ചടപടെ എണീച്ച് ഉടുത്ത് അച്ഛൻ ഒരു ഓട്ടോയും വിളിച്ചു പോയി. നമ്മൾ അറിഞ്ഞില്ല. കാറ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബഷീർ സാഹിബിനെ കാണണം, കണ്ടേ മതിയാവൂ, എൻ്റെ നാട്ടിൽ വന്നിട്ട് കാണാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടും അച്ഛൻ കേട്ടില്ല. വിജി തന്നെ സംവരണം ഉള്ളത് കൊണ്ട് വൈസ് പ്രസിഡന്റ് ആയതല്ല. അല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടലാണ്. ഇവിടെ ഇതര മതസ്ഥർക്ക് ശ്വാസം വിടാൻ കഴിയില്ല. ഒരു മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അച്ഛൻ. കാരണം ആരും വിശ്വസിക്കില്ല, അത് ഒരു അംഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ പള്ളി കമ്മിറ്റി മെമ്പറാണ് അച്ഛൻ. അവിടെയുള്ള എല്ലാവരും വളരെ ബന്ധത്തിലാണ്. വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും തങ്ങളും ആണ് വീട്ടിലുള്ളത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി മൊബൈലിലെ ഡിസ്പ്ലേയും എല്ലാം തങ്ങൾ തന്നെയാണ്. ഇപ്പൊ വീട്ടിലെ കാർ എടുത്ത് നോക്കിയാലും അവിടെ തങ്ങളുണ്ട്. വീട്ടില് നിങ്ങൾ സിറ്റിംഗ് റൂമിലെടുത്ത് നോക്കിയാലും അവിടെ തങ്ങൾ. വീട് മൊത്തം പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ചേംബറിലേക്ക് ആർക്കും എപ്പോഴും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഒരു ഫോൺ കോളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഞാനെന്ന്. പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് AP സ്മിജിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന പ്രിയപ്പെട്ട AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ AP സ്മിജിക്ക് സാഗർ ടോക്സിലേക്ക് സ്വാഗതം. സ്വാഗതം. നമ്മൾ അച്ഛനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ കുടുംബ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്, കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, 2 ഏട്ടന്മാരും പിന്നെ ഒരു അനിയനാണുള്ളത്. അമ്മ കോട്ടയ്ക്കൽ അർബൻ ബാങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസിൽ തോട്ടശ്ശേരിയറയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, സീനിയർ ക്ലർക്കാണ്. പിന്നെ ബ്രദർ സുധീഷ് MDC ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, വെന്നിയൂർ. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ 2 വർഷമാകുന്നു. അപ്പോൾ ചേച്ചി വർക്ക് ചെയ്യുന്നത് LST ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പുഴിക്കാട്ടേരി. രണ്ടാമത്തെ ബ്രദർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ബ്രാഞ്ചായ രാമനാട്ടുകര. അനിയൻ ചെന്നൈയിൽ MBA കഴിഞ്ഞു, ഇപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ ഞാൻ മാരീഡാണ്, ഇതെൻ്റെ 5ാമത്തെ മാസമാണ്. ഹസ്ബൻഡ് മഞ്ചേരി ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, പേര് അഡ്വക്കേറ്റ് വിഷ്ണു ചോലി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന ഒരു വലിയ പദവിയിലേക്ക് ഈ ചെറിയ പ്രായത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ സ്മിജിക്ക് ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. ആ ബാല്യകാലത്തൊക്കെ സ്മിജി പൊളിറ്റിക്സിൽ ആക്റ്റീവായി. സ്മിജി അല്ലെങ്കിലും സ്മിജിയുടെ വീട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വീടായിരുന്നു, പ്രത്യേകിച്ചും പിതാവ്. അപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? അതായത് ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ വീടുകളിൽ രാവിലെ ഒരു 8 മണി 7 മണി ആയിക്കഴിഞ്ഞാൽ ഒരു ജനസാഗരം എന്ന് പറയാം. ഒരുപാട് പേര് വരുന്നു, പോകുന്നു, കാണുന്നു. പലരെയും നമുക്ക് പരിചയപ്പെടുത്തി തരും, സംസാരിക്കും. ആരാണോ എന്താണെന്ന് അറിയില്ലെങ്കിലും നമ്മളോട് എല്ലാവരോടും വളരെ സ്നേഹത്തിലായിരുന്നു അച്ഛൻ. അപ്പം ആ ഒരു ബന്ധം ഇപ്പോൾ ഈ ഒരു വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനത്തേക്ക് എത്തുമ്പോഴും അതിൻ്റെ ഒരു സ്നേഹം എന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കൊടുക്കുന്ന സ്നേഹം അത് എൻ്റെ കുടുംബത്തിലോട്ടും ഇപ്പോഴും ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത്രയും ജനകീയമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ്റെ. അതായത് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും ഈ ജനക്കൂട്ടുണ്ട്, ആൾക്കൂട്ടുണ്ട്. അതെ, ആൾക്കൂട്ടത്തിൽ ഒരാളാണ് അച്ഛൻ. എപ്പോഴും എല്ലാവർക്കും എപ്പോഴും വന്ന് കാണാനും ഏത് സമയം സന്ദർശിക്കാനും എപ്പോഴും ജനങ്ങളുടെ കൂടെയായിരുന്നു. കുടുംബത്തിനേക്കാൾ ഉപരി അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ടതെന്ന് തന്നെ പറയാം. ആ ഒരു സ്നേഹം ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോഴും കിട്ടുന്നുണ്ട്, അതിനൊരു കുറവുമില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. അതെ അതെ. അപ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ അച്ഛനെപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവായിരുന്നു ഞങ്ങളുടെയൊക്കെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഉണ്ണിയേട്ടൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഈ പാണക്കാട് കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരു 15-ാം വയസ്സ് മുതലെങ്കിലും പാണക്കാടുമായിട്ട് ബന്ധം പുലർത്തി തുടങ്ങിയ ആളാണ് ഉണ്ണിയേട്ടൻ. അപ്പോൾ ഒരിക്കൽ ശിഹാബ് തങ്ങൾ അനുസ്മരണത്തിൽ ഉണ്ണിയേട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണെന്ന് തോന്നിയൊരു നിമിഷത്തെക്കുറിച്ച്. സ്മിജി അത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. അതായത് തങ്ങളുടെ അടുത്തേക്ക് കുഞ്ഞാലി സാഹിബ് കൊണ്ടുപോകുന്നു, ഇത് നമ്മൾ ഉണ്ണികൃഷ്ണനാണെന്ന് പറയുന്നു. അപ്പോൾ തങ്ങൾ 2 കൈയും ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം. അതിനുശേഷം വേറൊന്ന് ഞാൻ കേട്ടത് ഉണ്ണിയേട്ടൻ തന്നെ പറയുന്നത്, അതായത് ഒരിക്കൽ മലപ്പുറം ജില്ലാ ലീഗ് ഓഫീസിലിരിക്കുന്ന സമയത്ത്, അതായത് രാവിലെ കാണാൻ വന്നു, പക്ഷെ തിരക്കിനിടയിൽ കാണാൻ പറ്റിയില്ല.
അവസാനം ജില്ലാ ലീഗ് ഓഫീസിലേക്ക് തങ്ങൾ വിളിക്കുകയാണ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് എന്താണ് പറയാതെ പോയി എന്ന് വെച്ചിട്ട് തിരിച്ച് വിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആ ഒരു രംഗം വളരെ വൈകാരികമായിട്ട് അച്ഛൻ അവതരിപ്പിക്കുന്നുണ്ട്. അച്ഛനെ സംബന്ധിച്ചോളം തങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ ഉള്ളൂ എന്ന് എപ്പോഴും പറയും. കാരണം ഇപ്പോൾ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും തങ്ങളും ആണ് വീട്ടിലുള്ളത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ മൊബൈലിലെ ഡിസ്പ്ലേയും തങ്ങളായിരുന്നു, എല്ലാം തങ്ങൾ തന്നെയാണ്. ഇപ്പൊ വീട്ടിലെ കാർ എടുത്ത് നോക്കിയാലും അവിടെ തങ്ങളുണ്ട്, വീട്ടില് നിങ്ങൾ സിറ്റിംഗ് റൂമിൽ എടുത്ത് നോക്കിയാലും അവിടെ തങ്ങൾ, വീട് മൊത്തം തങ്ങളാണ് അച്ഛന്. ഒരു ഫോട്ടോ ഒരു പേപ്പറിൽ താഴെ കിടന്ന് നമ്മൾ അറിയാണ്ട് ചവിട്ടി കഴിഞ്ഞാൽ പറയും എന്റെ തങ്ങളാണ് ആ നിൽക്കുന്നത്, ആ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കുകയെന്ന് അച്ഛൻ പറയും. കാരണം അത്രത്തോളം അച്ഛന് ജീവന് തുല്യം സ്നേഹിച്ചതാണ്. ഈ പാർട്ടിയും തങ്ങളും അത്രത്തോളം അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ് തങ്ങളെന്ന് പറയുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഭിഭാഷകയാകാനുള്ള തീരുമാനം കുട്ടിക്കാലത്ത് തന്നെ എടുത്തതാണോ അതോ? അഭിഭാഷക എന്ന് പറയുമ്പോൾ അത് +2 കാലഘട്ടങ്ങളിൽ മനസ്സിലോട്ട് വന്നതായിരുന്നു. പിന്നീട് ഒരു ഡൈവേഴ്ഷനിൽ അത് BA ലിറ്ററേച്ചർ ആ ഒരു പൊസിഷനിലോട്ട് മാറി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചോദിച്ചു വീണ്ടും ഈ ഒരു പ്രൊഫഷൻ നല്ലതല്ലേ, ഇതെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുന്ന ആരും തന്നെ ഇല്ല. അപ്പോൾ വീണ്ടും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതി അങ്ങനെ പാലക്കാട് നെഹ്റു അക്കാഡമി ഓഫ് ലോയിൽ ജോയിൻ ചെയ്തു. 3 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പം ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും പോലെ പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് എൻറോൾമെൻറ്റിൻ്റെ സമയത്തായിരുന്നു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരു വക്കീൽ മാത്രം ആവേണ്ട, ഒരു മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ എന്ന നിലയ്ക്കൊക്കെ പോയി അച്ഛന് ഒന്നുകൂടെ സന്തോഷമായിരിക്കും. പിന്നെ അതിനു വേണ്ടി കോച്ചിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയി. പക്ഷെ അന്നും എന്തെന്ന് വെച്ചാൽ അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് എന്നെയും കൊണ്ട് അന്ന് പാണക്കാട് പോയി, ഹൈദരലി തങ്ങളെ വീട്ടിൽ പോയി ഒരു ബുക്ക്, ഒരു ക്രിമിനൽ ലോയുടെ ജേണൽ എനിക്ക് തന്നു. അതാണ് അച്ഛന് ഏറ്റവും വലിയ സന്തോഷം. തങ്ങൾ ഇങ്ങോട്ട് തന്നു. അന്ന് സാദിഖലി തങ്ങളെ, മുനവറിൽ തങ്ങൾ എല്ലാവരും പോയി കണ്ടപ്പോൾ അച്ഛൻ എല്ലാവരോടും പറയുന്നത് മകൾ എൻറോൾ ആയി എന്നതിനപ്പുറം തങ്ങളടുത്ത് ഞാൻ പോയി, എൻ്റെ മോളെ തങ്ങൾ ഒരുപാട് സംസാരിച്ചു, തങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്തു. അച്ഛൻ പറയാറുണ്ട് ഒരു ജഡ്ജായി കാണണം എന്നാണ് ആഗ്രഹം. തങ്ങൾ എന്നോട് അവസാനമായി ഞാൻ ആ ഒരു സമയത്തായിരുന്നു സംസാരിച്ചത്. അപ്പം എന്നോട് അന്ന് പറഞ്ഞത്, സ്മിജി ഉയരങ്ങളിലേക്ക് എത്തും, ഒന്നിനും പേടിക്കണ്ട, അച്ഛൻ കൂടെ ഉണ്ടാവും, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നാണ്. അപ്പം അന്ന് ആ പറഞ്ഞൊരു വാക്കൊരിക്കലും ഒരു ബാക്കപ്പാണ് എനിക്ക്. കാരണം ഇന്നീ നിമിഷം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയി നിൽക്കുമ്പോൾ അന്ന് ഹൈദരലി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സാദിഖലി തങ്ങളുടെ പ്രഖ്യാപനവും അവരുടെ എല്ലാവരും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നാണല്ലോ. ആ വാക്കൊരിക്കലും പാഴായിട്ടില്ല. തങ്ങളുടെ പ്രവചനം ഫലിച്ചു എന്നാണ്. അതെ, തീർച്ചയായിട്ടും. വാക്കുകൾ നമ്മൾ ചിലരും മറക്കാം, പക്ഷെ ഈ വാക്ക് ആരും മറന്നിട്ടില്ല. അതിപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നു എന്നതാണ്. മകൾക്ക് തങ്ങളുടെ ഒരു അനുഗ്രഹം കിട്ടി എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ വലിയൊരു സന്തോഷം. അതെ, അച്ഛന് ഏറ്റവും വലിയ സന്തോഷവും അച്ഛൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അച്ഛൻ എപ്പോഴും ചെല്ലാറുള്ളതും പാണക്കാട് തന്നെയാണ്. അച്ഛൻ്റെ ഒരു ആശ്വാസ ഇടമാണ് അത് ശരിക്കും പറഞ്ഞാൽ. എന്ത് വിഷമം പറയാനും തങ്ങൾ മതി എന്നുള്ളതാണ്. എവിടെ പോവാണെങ്കിലും ഒരു 5 മിനിറ്റ് പാണക്കാട് ഇരുന്നിട്ട് അച്ഛൻ പോവാറുള്ളൂ. അത് കഴിഞ്ഞേ ബാക്കി എനിക്കുള്ളൂ എന്ന് എപ്പോഴും പറയാം. അത് മരിക്കോളം അത് അങ്ങനെ തന്നെ ആയിരുന്നു അച്ഛന്. ചെറുപ്പം മുതൽ കിട്ടിയ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും. അതെ അതെ, തീർച്ചയായും. അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഒരു ആട്ടും തുപ്പും ഏറ്റിട്ട് കഴിഞ്ഞിരുന്ന ഒരു ബാല്യകാലം, ആ ബാല്യകാലത്ത് നിന്ന് ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു മനുഷ്യനാണെന്നൊരു തോന്നൽ എന്നൊക്കെ ഉണ്ടായത് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെന്ന്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. ഈ കാലഘട്ടങ്ങളിലെ മലപ്പുറം ജില്ലയോടുള്ള അവഗണനയും അത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണെങ്കിൽ തന്നെ എത്രത്തോളം അത് ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ ഒരു ഹിന്ദു, ഒരു ഹൈന്ദവനെ എത്രത്തോളം ഒരു മതത്തിനപ്പുറത്തേക്ക് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്ന് നമ്മൾ പറയും. അത്രത്തോളം വീർപ്പ് മുട്ടിച്ച് ഉന്നതങ്ങളിൽ എത്രത്തോളം എത്തിക്കാൻ പറ്റും ആ നിലയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തെ അല്ല, ആ ഒരു ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ. അതെ, ദളിത് ലീഗിന്റെ ഒരു നേതാവ് എന്നുള്ള നിലക്കല്ല ഉണ്ണിയേട്ടനെ പാർട്ടി കണ്ടത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആക്കി പാർട്ടിയിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നൊരു പോഷക സംഘടന പോലും അല്ലാതെ ആ പാർട്ടിയിലെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ അച്ഛനെ എത്തിച്ചു. അത് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ, ഒന്നിന്റെ പുറകെയും പോവാതെ അച്ഛനിലേക്ക് ഏർപ്പിച്ചതാണ്. ആ ഒരു വിശ്വാസം അതിപ്പോഴും നിലനിൽക്കുന്നു. ആ ഒരു വിശ്വാസം തന്നെയാണ് ഞാൻ എന്നിലും കാണുന്നത്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞൊരു 4-ാമത്തെ മാസത്തിലാണ് ഈ ഒരു എലക്ഷൻ വരുന്നത്.
അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ കുഴപ്പമില്ല, നീ മത്സരിക്ക്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ജയോ തോൽവിയോ നീ മത്സരിക്ക്, ചിലപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്തേലും ആയിരിക്കാം വന്നത് എന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് ആൾ സംസാരിച്ചത്. തങ്ങളുടെ വിളിയാണോ ആദ്യം വന്നത് ഈ അതെ അതെ മത്സരിക്കാൻ അതെ, അത് കോടതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂകളിലും. കാരണം പലരും അത് പ്രതീക്ഷിക്കാം, അച്ഛൻ്റെ മകളായതുകൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ കൊടുത്തതാവില്ല എന്നുള്ള രീതിക്ക്. പക്ഷേ അത് അച്ഛനോടുള്ള സ്നേഹം തന്നെയാണ്. പക്ഷെ അത് എന്നിലേക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും നോക്കാതെ സ്മിജിക്ക് അത് പറ്റും, സ്മിജിയെ കൊണ്ട് അത് സാധിക്കുമെന്ന് തങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തങ്ങളോട് പറഞ്ഞ മറുപടി, അച്ഛൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്ക് അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല, അച്ഛനും ഒന്നുമില്ല. അപ്പം എൻ്റെ കുടുംബവും അങ്ങനെ തന്നെ നിലനിൽക്കും. തങ്ങളിത് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഒരു സ്മിജിയുടെ ഒരു മറുപടി ഞാൻ ചോദിച്ചത് തങ്ങളെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്തൊരു മേഖലയാണല്ലോ. അപ്പോൾ ഒരു ലീഗൽ അഡ്വൈസിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രയോ അകലെയാണ് എന്നെ സംബന്ധിച്ച്. അച്ഛനിലൂടെ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നാട്ടിലുള്ള കുടുംബ സംഗമങ്ങളിൽ പോവുക, പങ്കെടുക്കുക എന്നാൽ അതിലൂടെ ആളുകാരെ പരിചയപ്പെടുക എന്ന് മാത്രം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് താനാളൂർ എന്നൊരു ഡിവിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയന്നു. കാരണം ആ ഒരു ഡിവിഷനെ കുറിച്ച് ഒന്ന് പഠിച്ചു. 22 വർഷത്തോളമായി ആ CPM-ന്റെ അണ്ടറിലുള്ള ഒരു പഞ്ചായത്തായിരുന്നു അത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം, നിന്നെ കൊണ്ട് പറ്റുമെന്ന് തങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് ആയി. പിന്നെ പ്രവർത്തകരുടെയും എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങാമെന്ന് ഞാനും തീരുമാനിച്ചു. ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ ആയപ്പോൾ ഓക്കെയാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഒന്നും നോക്കണ്ട, നീ മത്സരിക്ക്, എല്ലാം വഴിയേ വരും എന്നുള്ള രീതിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഈ പാർട്ടി പ്രവർത്തകരുടെ ഒരു റെസ്പോൺസ്, അതായത് സ്മിജി സ്ഥാനാർത്ഥിയാകുന്നു, ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് സ്മിജി വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നാട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ റെസ്പോൺസ്? നാട്ടിലുള്ളവർ പറഞ്ഞാൽ അവർ മിറർ ഓഫ് ഉണ്ണികൃഷ്ണൻ, AP ഉണ്ണികൃഷ്ണൻ അതായിരുന്നു. കാരണം എൻ്റെ പോസ്റ്ററുകളും എൻ്റെ കമൻസ് സെക്ഷനുകളും വായിച്ചു നോക്കിയാൽ ഉണ്ണിയേട്ടൻ വീണ്ടും, ഉണ്ണിയേട്ടൻ വീണ്ടും എന്നാണ് കമൻസ് വരുന്നത്. സ്മിജി എന്നല്ല, എന്നെ അഡ്രസ്സ് ഇലക്ഷനിൽ ഉടനീളം ഉണ്ണിയേട്ടൻ്റെ ഓർമ്മകളിലാണ് നടന്നത്. എല്ലാം ഉണ്ണിയേട്ടൻ്റെ ഓർമ്മകളിൽ മാത്രമാണ്. എന്നുവെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ആളുകളോടുള്ള ഇടപഴകലും അത് ആളുകൾ എന്നിൽ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ ഞാൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എപ്പോഴും ഒരു ഓപ്പൺ ബുക്കാണ് അച്ഛൻ. അതുപോലെ തന്നെ ഞാനും ഒരു ഓപ്പൺ പുസ്തകമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എപ്പോഴും വിളിക്കുന്നവരുമാണെങ്കിലും സംസാരിക്കുന്നവരാണെങ്കിലും അച്ഛനെക്കുറിച്ചാണ് തുടക്കം അവസാനവും അച്ഛൻ തന്നെയാണ്. അതിനിടയ്ക്കുള്ള ഒരു ചെറിയൊരു ടോക്കിൽ മാത്രമേ സ്മിജിയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുള്ളൂ. അപ്പം എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ. പൊതുവേദികളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ആ ഒരു സ്നേഹം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അച്ഛൻ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അസുഖബാധിതനായത്. അപ്പം ഞങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ച ഒരു സംഗതിയായിരുന്നു അത്. ആ സമയത്തെ അച്ഛൻ്റെ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അച്ഛനും വീടുമായിട്ടുള്ളൊരു ബന്ധവും, ഇപ്പോൾ പെട്ടെന്ന് പൊതുവേദികളിലൊക്കെ മാറി നിൽക്കേണ്ടി വന്നു അച്ഛന്, എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഫാമിലിയുടെ ഒരു അവസ്ഥ? ഏകദേശം ഒരു 1.5 മാസം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞ സമയത്തായിരുന്നു നമ്മുടെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ബഷീർ സാഹിബായിരുന്നു അവിടെ മത്സരം. അപ്പോൾ അവിടെ വേങ്ങര വരുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് ഉണ്ണി, നീ വരണ്ട എന്ന് പറഞ്ഞിട്ടും ചടപടെ എണീച്ച് ഉടുത്ത് അച്ഛൻ ഒരു ഓട്ടോയും വിളിച്ചു പോയി. നമ്മൾ അറിഞ്ഞില്ല. കാറ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബഷീർ സാഹിബിനെ കാണണം, കണ്ടേ മതിയാവൂ, എൻ്റെ നാട്ടിൽ വന്നിട്ട് കാണാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടും അച്ഛൻ കേട്ടില്ല. അച്ഛൻ അവിടെ പോയി 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് മൈക്കിലെടുത്ത് സംസാരിച്ച് തിരിച്ച് വീട്ടിൽ വരിക ചെയ്ത്. കാരണം അത്രത്തോളം നമ്മൾ സാധാരണ നമ്മുടെ ജീവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവാറില്ല. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അപ്പോഴും മരണം വരെ അച്ഛൻ പറഞ്ഞത് എൻ്റെ പാർട്ടി എന്ന് തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് അമ്മയും ബ്രദറും ഒക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അപ്പം എപ്പോൾ വിളിക്കുമ്പോഴും വീട്ടിൽ 1 മാസം കിടപ്പിലായിരുന്നു. അപ്പോൾ ആ കിടപ്പിലായ സമയത്തും എന്നെ കാണാൻ ആര് വന്നാലും വാതിലടയ്ക്കരുതെന്നാണ് പറയാം. അപ്പോൾ വീട്ടിലെന്ന് വെച്ചാൽ 1 മാസം എല്ലാവരും അച്ഛനെ സ്നേഹിച്ച നാനാദിക്കുന്നുള്ളവർ എല്ലാവരും അച്ഛനെ വീട്ടിൽ വന്ന് കണ്ടു, സംസാരിക്കും. അച്ഛന് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ 2 ദിവസം അച്ഛനെ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്ത സമയത്ത് മനസ്സിലായി അച്ഛന് ഏറ്റവും ഇഷ്ടം ഇതാണ്, ഈ സംസാരം.
ആളുകളെ കാണുക. പിന്നെ ഞങ്ങൾ ആ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. ഞങ്ങളത് ആ ഒരു മാസം അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരുന്നു. രാവും പകലും ഇല്ലാണ്ട് ആളുകൾ വരും, അച്ഛൻ സംസാരിക്കും, ജ്യൂസ് കൊടുക്ക്, ചായ കൊടുക്ക്, എന്നെ കാണാമെന്നവരാരും മടങ്ങി പോകരുത്. ഒരു നിമിഷം പോലും ആർക്കും ഒരു സങ്കടം ഉണ്ടാവരുത് നിന്ന് ലാസ്റ്റ് നിമിഷം വരെ, മരണം വരെ അച്ഛൻ ആ ഒരു കൊടി, പച്ചക്കൊടി എന്ന് തന്നെ ഞാൻ പറയാം, അത് നെഞ്ചിലേറ്റിയിട്ട് എന്നെ കിടത്താൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറുകൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കില്ലേ തങ്ങൾ അച്ഛൻ്റെ നെഞ്ചിൽ ആ ഒരു കൊടി വെച്ചിട്ടാണ് അച്ഛൻ്റെ അവസാന നിമിഷവും അച്ഛൻ പോയിട്ടുള്ളത്. അതെ അതെ, അതായത് ഈ അവസാന നിമിഷത്തിൽ ഞാനിപ്പോൾ സ്മിജിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കണ്ടൊരു വീഡിയോ, ഈ വാദിനൂർ മദ്രസയിലെ കമ്മിറ്റിക്കാർ സ്മിജിക്ക് വേണ്ടി ഒരു ഫ്ലക്സ് വെക്കുന്നതാണ്. അപ്പം അച്ഛൻ്റെ മൃതദേഹം ആ മദ്രസ അങ്കണത്തിലായിരുന്നു. തീർച്ചയായും അതാണ് ആ ഒരു പോസ്റ്റർ. പലർക്കും അറിയില്ല എന്തിനാണ് ഒരു മദ്രസയിൽ ഈ ഒരു പോസ്റ്റർ വെച്ചത്. വളരെ മോശപ്പെട്ട കമൻസുകളൊക്കെ വരാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ, വാദിനൂർ മദ്രസ അവിടെ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റ് കല്ലുകൾ തുടങ്ങിയതൊക്കെ നമ്മൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യാറ്. അതിലൊരു അംഗമാണ് അച്ഛൻ. ആ ഒരു പള്ളിയുടെ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അച്ഛൻ. കാരണം ആരും വിശ്വസിക്കില്ല, അത് ഒരു അംഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ പള്ളി കമ്മിറ്റി മെമ്പറാണ് അച്ഛൻ. അവിടെയുള്ള എല്ലാവരും വളരെ ബന്ധത്തിലാണ്. എന്ന് വെച്ചാൽ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും പാണക്കാട് അച്ഛൻ പോകുന്ന പോലെ നാട്ടിലും അച്ഛൻ പോവാറുണ്ട്. എല്ലാവരെയും വീട്ടിൽ വിളിക്കും. അപ്പം നമ്മുടെ ഒരു ആഘോഷമാണത്. ആ മദ്രസ അവിടെ വരണം. അപ്പം ആ മദ്രസയിൽ അത്രത്തോളം എല്ലാ മീറ്റിങ്ങുകളും അച്ഛൻ പങ്കെടുക്കും. അവിടെ പോകുന്ന വഴിക്ക് ഒരു 5 മിനിറ്റ് ഉദ്ഘാടനത്തിൽ ഉണ്ണിയപ്പം, നെയ്യപ്പം എല്ലാം കൊടുത്തിട്ടാണ് അച്ഛൻ. അത് ഞാൻ തന്നെ തരണം, അത് വേറെ ആരും കൊണ്ടുപോകരുത്, അത് എൻ്റെ മദ്രസയാണെന്നാണ് പറയപ്പെടും. എൻ്റെ പള്ളി, എൻ്റെ മദ്രസ, എല്ലാം അച്ഛൻ ഒരുപോലെയാണ്. അപ്പം ആ മദ്രസയിൽ അവിടെ കിടത്തി ഒരാളും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് അല്ലെ. പലതും പറഞ്ഞേക്കാം, പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ആ സ്നേഹമാണ് ആ ഒരു ഫ്ലെക്സ് ആയിട്ട് അവര് വെച്ചിട്ടുള്ളത്. അതൊരു വൈകാരികമായ സംഗതിയായിരുന്നു. ഒരു പള്ളി കമ്മിറ്റി വേറെ കേരളത്തിലെവിടെ പള്ളി കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവില്ല. അത് കേരളത്തിൽ പക്ഷേ സ്മിജിക്ക് വേണ്ടി മാത്രമായിരുന്നു. എൻ്റെ പ്രചരണ ദിവസങ്ങളിൽ അവരെല്ലാവരും വന്നിരുന്നു. അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച്, ജോലി മാറ്റിവെച്ച്, വർക്കിംഗ് ഡേയ്സിൽ ആ പള്ളിയിലുള്ള 3-4 പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. അവർ എൻ്റെ കൂടെ ഒരു ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ആദ്യമായിട്ടുള്ള മത്സരമല്ലേ, അവർ എന്ന് വെച്ചാൽ എൻ്റെ നാട് മൊത്തം എൻ്റെ കൂടെ ആയിരുന്നു. എന്ത് സഹായത്തിനും എപ്പോൾ വിളിച്ചാലും എല്ലാവരും കൂടെ ആയിരുന്നു. കാരണം അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു ബന്ധം എനിക്കും കിട്ടുമല്ലോ. അപ്പം ആ ഒരു സന്തോഷമാണത്. ആ സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ നമ്മളെ എന്താ പറയുക, നമ്മൾ വൈകാരികമായി പോകുന്നുണ്ട്. കാരണം ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയുടെ ഒരു മതനിരപേക്ഷതയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ ഉണ്ണിയേട്ടനെ പറയാം. കാരണം ഇപ്പോൾ സ്മിജി പറഞ്ഞ ഈ കഥകളൊക്കെ അതുമായിട്ട് ചേർത്ത് നിർത്താവുന്ന ഒന്നാണ്. അതായത് എത്രത്തോളം മലപ്പുറം ജില്ലയിൽ മനുഷ്യർ മതം നോക്കാതെ പരസ്പര സൗഹൃദത്തോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉണ്ണിയേട്ടൻ, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ കുടുംബം, സ്മിജി ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പുതിയ കാലത്തല്ല എല്ലാ കാലത്തും ഉണ്ട്, മലപ്പുറം ജില്ല വന്ന അന്ന് മുതൽ ഈ ജില്ലയെ ടാർഗറ്റ് ചെയ്തു, വർഗീയമായി ടാർഗറ്റ് ചെയ്തു. വേറൊരു ജില്ലക്കും അങ്ങനെ ഒരു ദുര്യോഗമല്ല. അതായത് കേരളത്തിൽ ഇത്രയും ജില്ലകളുണ്ടായിട്ടും ആ ജില്ലകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം മലപ്പുറം ജില്ലക്കുണ്ട്. മലപ്പുറം ജില്ലയെ ചില ആളുകൾ വർഗീയമായി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിന് ഒരു പ്രധാന പ്രശ്നം മുസ്ലിം ഭൂരിപക്ഷം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം, ഇതൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് സ്മിജി. ഈ മുസ്ലിം ലീഗ് പാർട്ടിയെ ചെറുപ്പം മുതൽ ഈ പച്ചക്കൊടി കണ്ടു വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയെ എങ്ങനെയാണ് സ്മിജി വിലയിരുത്തുന്നത്? ഈ ഒരു മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇവിടെ മുസ്ലിമോ ഹിന്ദുവോ എന്ന് നമുക്കിടയിൽ അങ്ങനെ ഒരു വർഗീയതയില്ല. പുറത്തു നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾ താഴ്ന്നവരാണുള്ളൊരു ചിന്തയാണ്. ആ ഒരു ചിന്ത ഒരിക്കലും അത് മാറില്ല. കാരണം നമ്മൾ പല കമൻസുകളും നോക്കിക്കഴിഞ്ഞാലും പൊതുവേദികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ഒരു മിനി പാകിസ്ഥാനാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടിയെക്കുറിച്ച് പറയുന്നതും പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന്. അതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നതാണ്. അത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല.
ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ആളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ ഈ മലപ്പുറം ജില്ലയിൽ. ആ സ്നേഹമാണ് നമ്മുടെ പാർട്ടിയിൽ. എത്രയോ പേര് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരണം എന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന നമ്മുടെ പാർട്ടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ പരിഗണന ഇന്നും നിലനിൽക്കുന്നു. അത് വലിയവനോ ചെറിയവനോ എന്നില്ല. തങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഈ പാർട്ടി വലുതാവണം എന്നല്ലാണ്ട് വ്യക്തികളുടെ ഒരു മോഹത്തിനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കോ വേണ്ടിയല്ല. അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മതം നോക്കാതെ തന്നെ പാർട്ടി അത് ചെയ്യുന്നുണ്ടെന്നാണ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും. അത് ഞാനും ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയി നിൽക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പലരും ഉണ്ട് അങ്ങനെ തന്നെ. ഇപ്പൊ KP രാമൻ മാസ്റ്റർ അടക്കം ഒരുപാട് പേരുണ്ട്. അതൊന്നും മറക്കാൻ പറ്റാത്തതാണ്. പലരും മറന്നു പോകാം. ഇടയ്ക്കൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചാലേ അതെല്ലാവരുടെയും മനസ്സിൽ കാണാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടപ്പോൾ പഴയ കാലത്ത് പറയുന്നത് ചടയനെ പോലെയുള്ള MLA-മാരിൽ നിന്ന് തുടങ്ങി പിന്നെ KP രാമൻ മാസ്റ്റർ. അത് വലിയൊരു നമ്മുടെ ഒരു മതനിരപേക്ഷതയുടെ പ്രതീകം തന്നെയാണ്. കാരണം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, MLA ആയിരുന്നു, മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ടാണ്. പിന്നെ ജനറൽ സീറ്റിൽ തന്നെ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ സംവരണം ഉള്ളത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്മിജി തന്നെ സംവരണം ഉള്ളത് കൊണ്ട് വൈസ് പ്രസിഡന്റ് ആയതല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സംവരണം ആയതുകൊണ്ട് മുസ്ലിം ലീഗ് കൊടുത്തു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ല, ഇപ്പോഴും ഈ ഇലക്ഷന്റെ സമയത്ത് താനാളൂർ ഡിവിഷനെ സംബന്ധിച്ച് വലിയ അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഈസി വാക്ക് ഓവർ സീറ്റല്ലേ സ്മിജി ഇപ്പോൾ അവിടെ മത്സരിക്കുന്നതിന് ഇപ്പം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയും, നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കണം. പഠിക്കാതെ നിങ്ങൾ ഒന്നിനെ കുറിച്ച് സംസാരിക്കരുതെന്ന്. കമൻസ് ഇട്ടവരെ ഞാൻ തിരിച്ച് അവർക്ക് കമൻസ് കൊടുക്കാറുണ്ട്. വളരെ മോശം രീതിയിൽ കമൻസ് ഇടുമ്പോൾ ഈസി വാക്ക് ഓവറിൽ ജയിച്ചില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഡിവിഷനെ കുറിച്ച് ഒന്ന് പഠിക്കൂ. പഠിച്ചതിന് ശേഷം സംസാരിക്കുന്നു പറയുമ്പോൾ പേഴ്സണൽ മെസ്സേജാണ്. സോറി, ഞാൻ വിചാരിച്ചു സോഷ്യൽ മീഡിയയിൽ ഉണ്ണിയേട്ടൻ്റെ മകളായതുകൊണ്ട് എനിക്കൊരു 50% വോട്ട് കിട്ടാം. പക്ഷേ ആ ഒരു ഡിവിഷൻ്റെ ഒരു അളവുകോലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ 22 വർഷമാണ് LDFന്റെ ഭരണം. ആ ഭരണം പെട്ടെന്ന് ഒരാൾ വന്നതുകൊണ്ട് മാറാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അവിടുത്തെ പ്രവർത്തകരും അവിടെ അത് പാർട്ടിക്ക് അതീതമായിട്ട് നിൽക്കുന്ന, ന്യൂട്രലായി നിൽക്കുന്ന പുതിയ ജനറേഷൻ, അവരൊക്കെ കൺവിൻസ് ചെയ്ത് നമ്മൾ വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് അത്ര താല്പര്യമില്ല. അവർക്കൊരു ബോധമുണ്ടെങ്കിൽ കൂടിയും ഇറങ്ങാനോ അല്ലെങ്കിൽ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്നാണ് എല്ലാം ഒരുപോലെ കൊണ്ടു നടന്ന പോലെയെന്ന്. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഒരു ഡിവിഷനിൽ മത്സരിക്കുക, 7000-ഓളം വോട്ടാണ് ഞാൻ നേടിയിട്ടുള്ളത്. അതൊരു എന്നെ സംബന്ധിച്ചൊരു പുതുമുഖത്തിന് അത്രയും മനസ്സറിഞ്ഞ് അവർ നൽകണമെന്നുണ്ടെങ്കിൽ അത് എൻ്റേതും കൂടെ. സ്മിജിയുടെ ചില പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ സ്മിജി ഉണ്ണിയേട്ടൻ്റെ മകൾ എന്നുള്ള നിലക്ക് മാത്രമല്ല അംഗീകരിക്കപ്പെട്ടത്, സ്മിജിക്ക് കഴിവുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത്. സ്മിജിക്ക് ഈ പ്രസംഗ പരിശീലനമൊക്കെ എങ്ങനെയാണ് നടന്നത്? പ്രസംഗ പരിശീലനങ്ങളില്ല. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ജീനായിട്ട് വരുന്ന, ജീനോളജിക്കലി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ അച്ഛൻ നല്ലൊരു പ്രാസംഗികനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛൻ പ്രാസംഗികൻ തന്നെ ഞാനും കേൾക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. പലരും വീഡിയോകൾ അയച്ചു തരും. ഉണ്ണിയേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ സ്മിജിയുടെ ഫാനാന്ന് പറയും. ഞാൻ പറയും, എനിക്ക് ഫാനാവാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്മിജി 5 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. സംസാരം വളരെ മാന്യമായ രീതിയിലും പോയിന്റ് വൈസ് ആണ് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാനിങ്ങനെ ക്ലാസ്സുകളിലൊന്നും പോയിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ സംസാരിക്കുന്നു. എന്നിലേക്ക് എവിടുന്ന് ഒഴുകി വരുന്ന കുറച്ച് വാക്കുകളാണത്. ആ ജീവിതം കൊണ്ട് നേടിയതാണ്. അതെ, അല്ലാതെ അതിനായിട്ട് പ്രത്യേകിച്ച് പരിശീലനങ്ങളോ ക്ലാസ്സുകളോ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ പ്രചരണം ആണെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനോ അങ്ങനെ ഒരു ടീമായിട്ടൊന്നും ഞാൻ പോയതല്ല. ഞാൻ തന്നെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവരിൽ എന്നിലേക്കും വന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ട് സ്മിജിക്ക്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം AP ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായ ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തുമായിട്ടും സ്മിജിക്ക് എന്തുണ്ട്, വൈകാരികമായൊരു ബന്ധമുണ്ട്. അപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ആ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ എങ്ങനെയാണ്? പണ്ട് 2015 അപ്പോൾ ആ സമയത്ത് അച്ഛൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തുള്ള
അതേ സ്റ്റാഫുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. പണ്ട് ഉണ്ണിയേട്ടന്റെ മോള് വരുന്നുണ്ട് എന്നായിരുന്നു പറച്ചില്. അപ്പൊ അത് മാറിയിട്ട് ഇതേ നമ്മുടെ വയസ്സ് വരുന്നുണ്ട് എന്നായി. എന്ന് വെച്ചാൽ ഉണ്ണിയേട്ടന്റെ മോള്, അന്നും ഉണ്ണിയേട്ടന്റെ മോളാണ്, ഇന്നും മോളാണ്. അന്നും അവിടെയുള്ള ചേച്ചിമാരെ എന്നെ വിളിക്കുക മോളെ എന്നാണ്, ഇന്നും മോൾ തന്നെയാണ്. വയസ്സായിട്ട് അവരെന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു അധികാരമോഹം വെച്ച് ഞാൻ വന്നതൊന്നും സ്വപ്നത്തിൽ ഇല്ല വിചാരിച്ചിട്ടില്ല. ഇല്ല ഇല്ല. അന്നും അവർക്ക് മോളാണെങ്കിൽ ഇന്നും മോളാണ്. ആ ഒരു സ്നേഹത്തിൽ തന്നെ ഞങ്ങൾ പോകുന്നു. വളരെ നല്ല സഹകരണം, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ആ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അച്ഛൻ ഇരിക്കുന്ന ക്യാബിൻ തൊട്ടപ്പുറത്താണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെയുള്ള ഒന്നും പുതുമയായിരുന്നതല്ല. എല്ലാം പഴയതാണ്, എനിക്കറിയാവുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എൻ്റെ വെഹിക്കിൾ ഉണ്ട്, ഇന്നോവ. അത് അച്ഛൻ ഉപയോഗിച്ചതാണ്. അത് ഇപ്പൊ സർവീസിലായതുകൊണ്ട് ഇന്ന് അത് എനിക്ക് കിട്ടും. അത് ശരി. അതെ, ഇന്നാണ് അതെന്റെ. അതെ, ചരിത്ര നിമിഷത്തിലേക്ക് കൂടിയാണ് ചരിത്ര നിമിഷത്തിലേക്കാണ് ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ വളരെയധികം കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് ആ ഒരു വെഹിക്കിൾ എനിക്ക് കിട്ടാന്ന് പറയുന്നത്. മറ്റെന്ത് വെഹിക്കിൾ തന്നെ ആയാലും അച്ഛൻ ഉപയോഗിച്ച അതിലൊന്ന് എനിക്ക് ഇരിക്കണം. അത് ഇരുന്നാലേ എനിക്ക് പുറത്തേക്ക് എന്താ പറയണ്ടാറില്ല. കാരണം ഞാൻ അച്ഛനെ ഇതുവരെ പോയി കണ്ടിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് ഈ ഒരു വെഹിക്കിൾ കിട്ടിയതിന് ശേഷം പോയി കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. എന്തായാലും വളരെ സന്തോഷകരമായൊരു സംഗതി കൂടിയാണത്. കാരണം ഇതൊക്കെ നിമിത്തങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇതിനു മുമ്പ് പലതവണ അച്ഛൻ്റെ കൂടെ ചെന്നു. പക്ഷെ അന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു പൊസിഷൻ കിട്ടുമെന്ന്. മുസ്ലിം ലീഗ് പാർട്ടിയെ അച്ഛൻ എത്രത്തോളം സ്നേഹിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായി മുസ്ലിം ലീഗ് അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും സ്നേഹിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ വെള്ളാപ്പള്ളി നടേശനാണ്. കുറേ ദിവസമായിട്ട് എന്തായാലും ഒരു 1.5 മാസമായിട്ട് ഇങ്ങനെ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടലാണ്. ഇവിടെ ഇതര മതസ്ഥർക്ക് ശ്വാസം വിടാൻ കഴിയില്ല. ഒരു മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? സ്മിജി ഉണ്ട് ഇവിടെ. ഇനി എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക, നിങ്ങൾ പറയുന്നതാണ് ഇനി പറയാം. ഇതിലപ്പുറം ഒരു മറുപടി ഇല്ല. ഇനിയും ഞങ്ങൾ കൊണ്ടുവരും പുതിയ പുതിയ ആൾക്കാരെ എന്നാണ്. പിന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ സ്മിജി പറഞ്ഞ പോലെ പുറത്തുള്ള ആളുകള് മലപ്പുറത്തെ മറ്റെന്തൊക്കെയായിട്ട് കാണും. പക്ഷെ ഇവിടെ വരുന്ന ആളുകൾ പിന്നെ ഇവിടുന്ന് പോകുന്നില്ല. അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരായി വരുന്ന ആളുകളുണ്ട്, പല കാര്യത്തിനും ഇവിടെ വരുന്ന പുറത്തുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ തമാശക്ക് പറയും, ഇപ്പൊ ചങ്കുവെട്ടിയിൽ വന്നിറങ്ങുന്നു. അപ്പൊ ആദ്യം കാണുന്നത് ചങ്കുവെട്ടി. ഇവരുടെ സ്ഥലപ്പേരുകൾ തന്നെ ഇങ്ങനെയാണ്, ഭയാനകം. നമ്മളെ സംബന്ധിച്ച് പല പല പേരുകളാണ് അല്ലെ. റോഡിനൊക്കെ കുഞ്ഞു മുഹമ്മദ് റോഡ് അല്ലെ. ഒരു ഹിന്ദുവിന്റെ റോഡില്ലല്ലോ, ഇതൊക്കെ മുസ്ലിംസിന്റെ റോഡാണോന്ന് ചോദിക്കും. ആരുടെ റോഡാണെങ്കിൽ നമുക്ക് വേണ്ടി അവര് തന്നൊരു ഇടമാണല്ലേ. അപ്പൊ ആ ഒരു സ്നേഹം കാണാതെ അതൊരു വർഗീയത രീതിയിലാണ് പൊതുവെ പ്രചരണം. അപ്പൊ അത് മാറ്റി എനിക്ക് തോന്നുന്നു പഴയ ആളുകളാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പുതുതലമുറ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആണ്. സ്മിജിയുടെ കൂടെ നിന്നതും പുതുതലമുറയാണ്. പുതിയ തലമുറയുടെ സപ്പോർട്ട് സ്മിജിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവായിരുന്നു. പ്രത്യേകിച്ച് അവര് പറയുന്ന ഒരു യങ് ജനറേഷൻ ആകുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജിയാണ്. ഒരു പരിചയസമ്പന്നരായിട്ടുള്ള ഒരു നേതൃനിര അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ട് ശ്രദ്ധേയമായ ജില്ലാ പഞ്ചായത്താണ്. എസ്പെഷ്യലി പഴയ കാലത്താണെങ്കിൽ വിജയഭേരി പോലെയുള്ള പദ്ധതികൾ, അതായത് കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ പ്രൊജക്റ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഈ ജില്ലാ പഞ്ചായത്ത് എന്തൊക്കെയാണ് ഈ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ സ്മിജിയുടെ മനസ്സിലുള്ള ഒരു വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? 2005 മുടങ്ങിക്കിടക്കുന്ന ഒരു കിഡ്നിയുടെ ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക്. അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് വെൽഫെയറിന്റെ. അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉള്ളത്. പ്രസിഡന്റ് ആണെങ്കിലും കൊണ്ടോട്ടിയിലെ തന്നെ ഡയാലിസിസ് സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ വിപുലീകരിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തീരദേശ മേഖലകളാണ്. കടലുണ്ടി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വളരെ ബാക്ക്വേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഉണ്ണിയാൽ, എൻ്റെ ഡിവിഷനിൽ വരുന്ന ഭാഗം, തിരുനാവായ, മങ്കട,
ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു തീരദേശ പ്രൊജക്റ്റ്, ഒരു ഫുഡ് ഹബ് സ്റ്റേഷനൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ മൈൻഡിൽ ഓടുന്നത്. പിന്നെ ഒരു കോച്ചിങ് സെൻറ്റർ ആരംഭിക്കണം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഒരു PSC കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു 3-4 മേഖലകളായിട്ട് തിരിച്ചത്, എല്ലാവർക്കും ആക്സസബിൾ ആയിട്ട് എത്താൻ പറ്റുന്ന രീതിക്ക്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നുണ്ട് നമ്മുടെ അണ്ടറിൽ വരുന്ന ബിൽഡിങ്ങുകൾ, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്ന ബിൽഡിങ്ങുകളാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ വിപുലീകരിച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊരു 2-3 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും, പഠിക്കുന്നവർക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്ന ക്ലർക്ക് പോസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഒരു ടീമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം. പിന്നെ എസ്പെഷ്യലി നല്ലൊരു ട്രാക്ക് വേണം നമുക്ക്. നമ്മളെ സംബന്ധിച്ച് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് മോസ്റ്റ്ലി നമ്മൾ സിൻഡിക്കേറ്റ് ട്രാക്കൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു നിലമ്പൂർ കരുവാരക്കുണ്ടൊക്കെ നല്ലൊരു സ്പോർട്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം. വോളിബോൾ കോർട്ടെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ എല്ലാം കൂടെ ഓക്കെ ആയി മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലീഗും ഫുട്ബോളും എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം പ്രാധാന്യം ഇവിടുത്തെ കായിക രംഗത്ത് ചെറുപ്പക്കാർക്ക്. യുവാക്കൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണമെന്നാണ്. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ആക്സസിബിലിറ്റി കൂടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട്. ഇപ്പം നമ്മൾ മലപ്പുറത്തെ സംബന്ധിച്ച് ഒരുപാട് പേര് സ്വിമ്മിങ്ങിലാണെങ്കിലും വോളിബോൾ എല്ലാത്തിലും നല്ല സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം അവർക്ക് പരിമിതികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ തന്നെ എല്ലാവരും വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സിന്തറ്റിക് ട്രാക്കിൽ നമ്മൾ നല്ല പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മാറ്റത്തിൻ്റെ ഒരു ട്രാക്കിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സ്മിജി തന്നെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അവസാനം വരെ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ളൂ. തീർച്ചയായും. അപ്പോൾ മുസ്ലിം ലീഗ് കാര്യമായിട്ട് തുടക്കം MSF-ലൂടെ തന്നെയാണ്. MSF-ന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് തുടങ്ങുന്നത്. മലബാർ കോളേജിൽ തുടങ്ങിയ സമയം അവിടുത്തെ വൈസ് ചെയർമാനായിരുന്നു. അതെ, കോളേജ് യൂണിയന്റെ വൈസ് ചെയർമാൻ. അവിടെ നിന്ന് തുടങ്ങിയ തുടക്കം ഇവിടെയും വരെ ആ കൊടിയിൽ തന്നെയാണ്. അതിലൊരു മാറ്റം ഇനി ആര് തന്നെ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്നുവെച്ചാൽ സ്ഥാനമാനങ്ങൾ മോഹിച്ച് വന്നൊരു വ്യക്തിയല്ല ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഇനി ഈ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇനി എനിക്കൊരു സ്ഥാനം തന്നില്ല, അല്ലെങ്കിൽ എന്നെ എവിടെയും ക്ഷണിച്ചില്ല എന്നൊരു പരാതി എനിക്കില്ല. കാരണം എനിക്കിത് മതി. ഇത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നന്മകൾ, അത് നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. അതിലൂടെ അവരെന്നെ സ്നേഹിക്കുക, അവരുടെ സ്നേഹം ഞാൻ തിരിച്ചു നൽകുക എന്ന് മാത്രം. എന്തായാലും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി ഉണ്ട്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമാണ്. കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ആ ഒരു സ്നേഹം എന്നും ആ ഒരു കുടുംബത്തോടും എല്ലാവരോടും ഉണ്ടാവും. മുസ്ലിം ലീഗ് പാർട്ടി ഇനിയിപ്പോൾ ഇലക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്മിജിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ? അതായത് എന്തായാലും ഈ പ്രാവശ്യം ഭരണം നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു 100% കോൺഫിഡൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. ആരോഗ്യ മേഖല നമ്മളെ സംബന്ധിച്ചറിയാം. ഇത്രയും വലിയൊരു ജില്ലയ്ക്ക് ആകെ 3 ഡോക്ടേഴ്സിനെ കൊണ്ട് നമ്മളിവിടെ സമരം ചെയ്തു ഇന്നലെ. അവഗണന എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലയും, സ്കൂൾ സെക്ടർ ആണെങ്കിൽ കൂടി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് തന്നെ ഒരു 50% ഫണ്ടിങ് തരണം എന്നുണ്ടെങ്കിൽ 20-50% താഴെയാണ് വരുന്നത്. നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. സ്കോളർഷിപ്പും ഭിന്നശേഷിക്കാർക്കൊക്കെ നമ്മൾ ഈ ജനസംഖ്യ ബാഹുല്യം ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ജില്ലാ പഞ്ചായത്തിന്. ഒരുപാട് കേസുകൾ നമ്മളെ സംബന്ധിച്ച് പെൻഡിങ്ങിലാണ്. അപ്പോൾ അതെല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഈ ഒരു നമ്മുടെ സർക്കാർ, UDF സർക്കാർ നിലവിൽ വന്നാലേ സാധ്യമാകുള്ളൂ. ഭരണം മാറണം. അതെ, ഭരണം മാറിയാൽ എല്ലാം മാറും. ഇപ്പം തിരക്കുകളിലേക്ക് കടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ളതിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. എന്തായാലും ഈ തിരക്കുകൾ അലിയാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും അപ്പോൾ വീട്ടിലെ അമ്മയാണെങ്കിലും പറയുന്നത്, ഇനി എന്തായാലും നമ്മൾ ഇതിലോട്ട് കാല് വെച്ചു, നമ്മളെ സ്നേഹിച്ച് ഈ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്ക് നമ്മുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണം എന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കേൾക്കുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇവിടെ നിൽക്കണം, നിന്ന് അവരുടെ കാര്യങ്ങളിൽ കൂടെ നിന്ന് ഒരാളായിട്ട് മാറുക. ഇനി ആ ഒരു മാറ്റത്തിലേക്കാണ് അങ്ങോട്ടേക്ക് പോവുക. പുതിയ കാലത്ത് ഇപ്പോൾ കേൾവിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആളുകളെ കേൾക്കാൻ
സമയമില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം. അപ്പോൾ ആളുകളെ കേട്ടുകൊണ്ട് അവരിലൊരാളായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളൂ. എൻ്റെ പ്രൊഫഷൻ അഡ്വക്കസി തന്നെയാണ്. ഞാൻ കേൾക്കണം. അതെ, കേൾക്കണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു 1, 2, 3 മണിക്കൂറുകളോളം കഥകൾ കേൾക്കുന്ന ആളാണ്. അപ്പം എനിക്കതൊരു പുതുമയല്ല. കാരണം കേൾക്കാൻ ഞാൻ സന്നദ്ധയാണ്. വരിക, എൻ്റെ അടുത്ത് എപ്പോഴും വരാം. ഞാൻ ഒരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ചേംബറിലേക്ക് ആർക്കും എപ്പോഴും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു ഫോൺ കോളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഞാനെന്ന്. അതുകൊണ്ടായിരിക്കാം പലരും അത്രത്തോളം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ദിവസം നമുക്ക് ഒഴിവില്ലാണ്ട് ആളുകളുടെ വരവാണ്. അപ്പം അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പറ്റാവുന്ന കാര്യങ്ങൾ എന്നാൽ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ആണെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ആണെങ്കിലും. ആസ് ആൻ അഡ്വക്കേറ്റ് എന്നുള്ള നിലക്ക് ഈ പ്രൊഫഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷൻ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു കുറേ ജോലികൾ അവിടെ അങ്ങ് പോകും. പിന്നെ ഞാൻ ഇപ്പോൾ 24/7 ഇതിലോട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു സമയമില്ല. കാരണം ഒരുപാട് പ്രോഗ്രാംസുകളും കാര്യങ്ങളുണ്ട്. അപ്പം അതിനിടയ്ക്കൊരു വിസിറ്റിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും ഈ തിരക്കുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് സ്മിജി? ഉണ്ട്, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് തിരക്കുകൾ എനിക്ക് പുതുമയല്ല. കാരണം 11 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഗ്യാപ്പില്ല. ഇപ്പോൾ അപ്പം അതുപോലെ തന്നെയാണ് ഇതും. അവിടെ ഫയലുകളാണ് കൂടുതലെങ്കിൽ ഇവിടെ ആളുകളാണ് കൂടുതൽ. അപ്പോൾ ആ ആളുകളെ പഠിച്ച് കാര്യങ്ങൾ ഫയൽ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. കുറച്ച് സമയത്തിനുള്ളിൽ സ്മിജിയുടെ ജീവിതം പറഞ്ഞു, കാഴ്ചപ്പാടുകൾ പറഞ്ഞു. എന്തായാലും ഈ ഒരു സംസാരത്തിന് വേണ്ടി സന്നദ്ധയായതിന് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.